വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെൽത്തി സ്നാക്സിൻ്റെ റെസിപ്പി നമുക്കിന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനായിട്ട് ഒരു 2 മീഡിയം സൈസുള്ള ക്യാരറ്റ് ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. കുക്കറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഈ ക്യാരറ്റ് അതിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒറ്റൊരു വിസിൽ മതിയാവും കേട്ടോ വെന്ത് കിട്ടാനായിട്ട്. ഇനി നമുക്ക് ഒരു 1/4 കപ്പോളം ഓട്സ് വേണം. ഒരു 7 ഈന്തപ്പഴം, ഞാൻ നല്ല മധുരമുള്ള ഈന്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മധുരം കുറവാണെങ്കിൽ ഒരു 7 8 നിങ്ങൾക്ക് എടുക്കാം. ഇനി നമുക്ക് മിക്സീൻ്റെ ബൗളിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഓട്സും ഈന്തപ്പഴവും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുക. ക്യാരറ്റ് ചൂടാറിയ ശേഷം മാത്രം വേണം നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 3 കോഴിമുട്ടയാണ്. ഇനി നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ മിക്സിലേക്ക് മുട്ടയും കൂടിയും ആഡ് ചെയ്ത ശേഷം ഒരു 4-5 സെക്കൻഡ് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതിയാവും. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത ശേഷം കുറച്ച് നെയ്യ് ഇട്ടിട്ട് കുറച്ച് കിസ്മിസ് വറുത്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ കാഷ്നട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ടൈമിൽ നിങ്ങൾക്കതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ബാറ്റർ ഈ നെയ്യിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഫസ്റ്റ് ടൈം ചെയ്യണവരാണെങ്കിൽ ഒരു പഴയൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ പാത്രം വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് ഈ മൂടി ഒന്ന് തുറന്നിട്ട് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. പകുതി വേവൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കിസ്മിസ് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ ഈ കിസ്മിസിൻ്റെ കൂടെ തന്നെ വൈറ്റ് കളർ എള്ളും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നേരം കൂടി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കണം ഇത് വെന്തിട്ടുണ്ടോയെന്ന്. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാത്രം താഴെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പാത്രം വെച്ചിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോവും. ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നമുക്ക് വെന്തിട്ട് ഇത് കുറച്ചും കൂടി നേരം കഴിഞ്ഞിട്ടൊന്ന് തണുത്തിട്ട് വേണം പാനിൽ നിന്നൊന്ന് വിടിപ്പിച്ചെടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം.